മുറിയുന്ന അടുത്ത കാര്യം ഏതാ? രണ്ടാമത്തത് ഉണ്ടാക്കി ഛർദ്ദിക്കുക. ഉണ്ടാക്കി ഛർദ്ദിക്കുക എന്താ? കൈയിട്ടിട്ടേ അതിനുള്ളിൽ കൈയിടുക, അല്ലെങ്കിൽ വല്ല വസ്തു അതിൻ്റെ ഗുളിക അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും ഛർദ്ദിക്കുക. ഇതല്ലാത്തൊരു രൂപം ഉണ്ടാവും. ഈ ചില ആളുകൾ ബ്രഷ് ചെയ്യുമ്പോഴേ തൊണ്ടയിൽ ആ ഭാഗത്ത് ബ്രഷ് ചെയ്യും. ആ ഭാഗത്ത് ബ്രഷ് ചെയ്യുന്ന ഒരു ഉപകാരമുണ്ട്. എന്താ, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ശരിക്കും സംസാരിക്കാനൊന്നും കഴിയും, ഇടങ്ങാറുണ്ടാവും. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് ആ ബ്രഷ് ഇങ്ങനെ ഇട്ടാൽ അവിടെ നിന്ന് ഒരു കൊഴുപ്പ് ഉള്ള ദ്രാവകം പുറത്തേക്ക് ചാടും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വാസം എടുക്കാൻ നല്ല റാഹത്തുണ്ടാവും. കണ്ടോ? അപ്പോൾ അത് ഈ സമയത്ത് ഇട്ടാൽ ചിലപ്പോൾ പ്രശ്നമാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, അത് മാത്രമായിരിക്കില്ല, ഉള്ളിൽ നിന്ന് ഛർദ്ദി എന്ത് ചെയ്യും വരും. അങ്ങനെ ഛർദ്ദിച്ചാൽ എന്ത് ചെയ്യും, നോമ്പ് ഛർദ്ദിച്ചാൽ ഉണ്ടാക്കി ഛർദ്ദിക്കൽ പെടുന്ന പറഞ്ഞാൽ സാധനം ഉള്ളിൽ കിട്ടാണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ രാത്രി എന്ത് ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, അതാകാതെ ചെയ്യണം. അപ്പോൾ ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറി. ഒരാൾ ചോദിച്ചു, ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോഴേ ഒരു ദുർഗന്ധമുള്ള സ്ഥലമുണ്ട്, നമ്മളവിടെ പോയപ്പോൾ ഛർദ്ദിച്ചു. വളരെ ദുർഗന്ധമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് പോയപ്പോൾ ആ ദുർഗന്ധം കാരണത്താൽ നമ്മൾ ഛർദ്ദിച്ചു. നോമ്പ് മുറിയോ? നോമ്പ് മുറിയില്ല. കാരണം എന്തല്ല, നമ്മൾ ഉണ്ടാക്കി ഛർദ്ദിച്ചത് അല്ല. ഇനി മൂന്നാമത്തെ കാരണമാണിത് ഇസ്തിംനാ എന്ന് പറഞ്ഞാൽ സ്വയം ഭോഗം, മാസ്റ്റർബേഷൻ എന്നൊക്കെ പറയാം. കണ്ടോ? ഇസ്തിംനാ കൊണ്ട് നോമ്പ് മുറിയും. ഇസ്തിംനാ കൊണ്ട് നോമ്പ് മുറി എന്ന് പറഞ്ഞാൽ അത് സ്വയം ചെയ്താലും വേറെ ഭാര്യയെ കൊണ്ട് ചെയ്യിപ്പിച്ചാലൊക്കെ എന്ത് ചെയ്യും, നോമ്പ് മുറിയും. ഇനി നാലാമത്തതാണ് ജിമാഴ് ചെയ്താലും നോമ്പ് മുറിയും.